തിരുവനന്തപുരം പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ, മൂന്നാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാരൻ എന്നിവർ കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. 24 വയസ്സ് മാത്രമാണ് തനിക്ക് പ്രായമെന്നും ഇളവ് നൽകണമെന്നും കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. 2022 ഒക്ടോബർ 14 ഷാരോൺ രാജിനെ ഗ്രീഷ്മ വീട്ടിലേക്കു വിളിച്ചുവരുത്തി കഷായത്തിൽ കാപ്പിക്കോ എന്ന കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയത്. പ്രണയത്തിൽ നിന്നും പിന്മാറാത്തതിനെ തുടർന്നായിരുന്നു ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയത്. കഷായം കുടിച്ചതിനു പിന്നാലെ 11 ദിവസം ഷാരോൺ ആശുപത്രിയിൽ ചികിത്സയിലിരുന്നു. പിന്നീട് മരിച്ചു. ചെകുത്താന്റെ മനസ്സുള്ള ഒരാൾക്കേ ഇങ്ങനെ ചെയ്യാനാകൂ എന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിനിടെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പോഴാണ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളില്ലാത്ത ഗ്രീഷ്മ ഇത്തരമൊരു കുറ്റകൃത്യത്തിന് മുതിർന്നത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഇരുവരും ഒരുമിച്ചുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ഷാരോൺ ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തിയതായും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും ഭാവിയും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ അത്തരം സ്വകാര്യ ദൃശ്യങ്ങൾ ഇരുവരുടെയും ഫോണിൽ നിന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.